ഹലോ, ഇത് ഞാൻ പാരീസ് പോയതിൻ്റെ ഒരു ചെറിയ വീഡിയോസാണ്. ആക്ച്വലി ഞാനത് വ്ളോഗായിട്ട് എടുത്തിട്ടോ അങ്ങനെയൊന്നുമല്ല, ഞാനിത് ഇൻസ്റ്റയിൽ നിന്നും സ്നാപ്പിൽ നിന്നും ഒക്കെ കൂടി ചേർത്ത് ഒരു വീഡിയോ ആക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ ഫ്ലിക്സ് ബസ്സിലാണ് പോയത്. നമ്മൾ ഈവനിങ് പോയി, മോർണിംഗ് നമ്മൾ പിറ്റേ ദിവസം മോർണിംഗ് അവിടെ എത്തുമായിരുന്നു. പിന്നെ അവിടെ നിന്ന് മെട്രോയ്ക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തു. അങ്ങനെയാണ് നമ്മൾ ട്രാവൽ ചെയ്തത്. നമ്മൾ സ്റ്റേ ചെയ്തതൊക്കെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു. സോ അങ്ങനെ എനിക്ക് വലിയ എക്സ്പെൻസ് ഉണ്ടായ ഒരു ട്രിപ്പൊന്നും ആയിരുന്നില്ല ഇത്. രാവിലെ നമ്മൾ ഈഫിൽ ടവർ കാണാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തി വന്നത്. ആൻഡ് ആ ഡേ തന്നെ ഞാൻ 2 കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് ഞാൻ ചേഞ്ച് ചെയ്യാൻ മെയിൻ റീസൺ ഈവനിങ് നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് ഇത് മൊണാലിസനെ കാണാൻ വേണ്ടി പോയതും ആ ഒരു ദിവസമായിരുന്നു. ആക്ച്വലി എൻ്റെ ഈ പാരീസ് ട്രിപ്പ് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ആൻഡ് ഈവനിങ് നമ്മൾ ഈഫിൽ ടവർ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടെ വെച്ച് നമ്മൾ ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. ആൻഡ് നെക്സ്റ്റ് ഡേ നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിസ്നി ലാൻഡിലായിരുന്നു. എനിക്ക് ഈ ഡിസ്നി ലാൻഡിൽ എത്തിയപ്പോൾ ലൈഫ് ടൈമിൽ നമ്മൾ ചെറുതായിരിക്കുമ്പോൾ കാണാമെന്ന് ആലോചിച്ച പല ഡിസ്നി ക്യാരക്ടേഴ്സും നമുക്ക് അവിടെ കണ്ടൊരു ഫീൽ ആയിരുന്നു. ഫസ്റ്റ് നമ്മൾ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് മിക്കി മൗസിനെ ആയിരുന്നു. അതിന് മുമ്പായിട്ട് മിന്നി മൗസിൻ്റെ ഒരു ചെറിയ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് മിക്കി മൗസിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനും അങ്ങനെയൊക്കെ ഉള്ളൊരു ടൈമായിരുന്നു. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. നെക്സ്റ്റ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു പൈറേറ്റ്സ് ഓഫ് ദി കരീബിയൻ സീയിലാണ്. അതായിരുന്നു ബെസ്റ്റ് എക്സ്പീരിയൻസ്. അവർ നമ്മളെ ഒരു അഡ്വഞ്ചർ പോലെ വെള്ളത്തിൻ്റെ ഇടയിൽ കൂടിയൊക്കെ കൊണ്ടുപോകുമ്പോൾ സൈഡിൽ കുറേ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും പിന്നെ അവിടെയും കുറച്ച് ഷോ പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഈവനിങ് 5:30 ആയപ്പോഴേക്കും പരേഡ് ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഏകദേശം 45 മിനിറ്റ്സോളം ഉണ്ടായിരുന്ന ഒരു പരേഡായിരുന്നു. ആക്ച്വലി അത് കാണേണ്ടത് തന്നെയായിരുന്നു. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് എന്തുവായിരുന്നു ചോദിച്ചാൽ ഈ നൈറ്റുള്ള ഫയർ വർക്ക്സ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ആക്ച്വലി ഈ പാരീസ് ട്രിപ്പ് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ട്രിപ്പാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.